ஹலோ! அஸ்ஸலாமு அலைக்கும். அப்ப இன்னும் நாங்க இஃப்தாருக்கு ஜண்டு ரெசிಪಿ ഇതിൽ ഞാൻ കാട്ടുறേ. നോമ്പ് കുടിക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സർബത്തും പിന്നെ നേന്ത്രബെല്ല വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പി ഞാൻ ഇതിൽ കാട്ടുறേ. ജണ്ടും സൂപ്പർ ടേസ്റ്റി ആയിട്ടിരിക്കുറ് പിന്നെ ജണ്ടും ഈസി റെസിപ്പി ആയിട്ടിരിക്കുറ് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുറ് പിന്നെ ഫ്രത്തിക്ക സർബത്തും പിന്നെ അതേപോലെ നേന്ത്രപാലയുടെ ഒരു സ്നാക്കും പേര് പോലുമേ ഈ സർബത്ത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സർബത്തായിട്ടിരിക്കുറ് ആക്കുകയും ഈസി ഇത് നിങ്ങൾ നോമ്പിൽ മാത്രമല്ല നോമ്പല്ലാത്തപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ചൂടുകാലമല്ല പണ്ടില്ല അപ്പോൾ ചൂടിലെല്ലാം ഞങ്ങൾ ഇത് കുടിക്കും നല്ല ടേസ്റ്റോട് അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ ആക്കറേന്ന് ഞങ്ങൾ നോക്കാം അപ്പോൾ ഇതോടെ സ്നാക്ക് ഞാനിവിടെ 4 നേന്ത്രപാല എടുത്തത് അപ്പോൾ ಇದಕ್ಕೆ നേന്ത്രപാലം വേണം വേറെ പാലാവില്ല പിന്നെ പാലെടുക്കുമ്പോൾ ചുമ പഴുത്ത പാൽ ആവില്ല ಇದಕ್ಕೆ ചുമ പഴുക്കാത്ത പാലാണ് അതായത് ചുമ പച്ചോ അല്ല ചുമ പഴുത്ത പാലോ അല്ല ഒരു നടുക്കുള്ള പാലുണ്ടല്ലോ അത് ഞങ്ങൾ ഇതുപോലെ ഇത് തെല്ല് ഇതിൻ്റെ തോലെല്ലാം തെല്ല് കറുത്തറ് അപ്പോൾ ഇതിനെക്കാട്ടി ഒന്നും കൂടി പൾപ്പ് കുറഞ്ഞത് കിട്ടുമെങ്കിൽ അതെടുക്കും ഒരു ചുമ പഴുക്ക് തീരാ അപ്പോൾ ഇത് ചന്ത കലക്കിയിട്ട് കട്ടാക്കിയിട്ട് ഫസ്റ്റ് ഇതൊന്നാണ് സ്റ്റീം ആക്കി എടുക്കുന്നത് ഇതുപോലെ ഒന്ന് ബാലൊന്ന് വെന്തിട്ട് വരണം വേപ്പാട്ടിട്ട് എടുക്കണം അപ്പോൾ അത് റെഡിക്കണമെങ്കിൽ ಇದಕ್ಕೆ പിന്നെ പണ്ടൊന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇതപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ಅದಕ್ಕೆ ನಂಗೆ ತೆಲ್ಲಿ നെയ്യ് ഇട്ടിട്ട് നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ തെല്ല് ക്യാഷ്യൂ ದ್ರಾಕ್ಷಿ ಇಟ್ಟಿട്ട് ഇതിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ക്യാഷ്യൂ ಇಲ್ಲ ಅಂತ ಅದರ ಬದಲಿಗೆ ನಾನು ಬಾದಾಮಿ ಇಟ್ಟು ಕೊಡ್ತಾರೆ ಅದು പൊടിയായിട്ട് കട്ടാക്കിയിട്ട് അതൊന്ന് കാഞ്ഞിട്ട് വരുമ്പോൾ ഇതിലൊട്ടിക്ക് ഞങ്ങൾ തെല്ല് ഇത് ദ്രാക്ഷി ഇട്ട് കൊടുക്കുക ദ്രാക്ഷി ഒന്ന് കായിട്ട് അതിൽ പിന്നെ ഞങ്ങൾ ಇದಕ್ಕೆ പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കണം ಅದು ನಂಗೆ ಎತ್ತರ ಬಾಳೆ ನಂಗೆ ಎಡ್ಕರ ನಂಗೆ ಎತ್ತರ ಸ್ನಾಕ್ಸ್ ಹಾಕ್ರ ಅದಕ್ಕೆ ಬೇನೆ ಎತ್ತರ ತೇಂಗೆ ಇಟ್ಟು ಕೊಡ್ತೀನಿ ಆಯ್ತು അപ്പോൾ ಇದಕ್ಕೆ ನಾನು ಒಂದೇ ಕಾಲು ಕಪ್ ಹತ್ರ തേങ്ങ ഇട്ട് കൊടുക്കുക ഇത്ര തേങ്ങ വേണം ഞങ്ങൾക്ക് അപ്പോൾ തേങ്ങ ഇട്ടിട്ട് ഒന്ന് നെയ്യിലൊന്ന് അതിൽ ഒന്ന് ബർത്തി ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഇത് ഞങ്ങൾക്ക് രണ്ട് ടൈപ്പിലാക്കാം ഇത് തേങ്ങ ഞങ്ങൾ ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തല്ല ഇത് തേങ്ങ ഇട്ടിട്ട് ആക്കറേ അത് ഞങ്ങൾ കണ്ണൂർ ഭാഗത്തെല്ലാം വരുമ്പോൾ ഇത് ഞങ്ങൾ ഇത് മുട്ടയിൽ പണ്ടാക്കിയിട്ട് അങ്ങനെ ആക്കറേ മുട്ടയിലാക്കി ഇവിടെ ഹസ്ബൻഡിಗೆ ഇഷ്ടമല്ല തേങ്ങ ഇട്ടിട്ട് ആക്കണം അപ്പോൾ അത് ഈ കോഴിക്കോട് ഭാഗത്തുള്ള എല്ലാവരും സാധാരണ തേങ്ങ ഇട്ടിട്ട് ആക്കറേ അപ്പോൾ തേങ്ങ ഇട്ടിട്ട് ഒന്നും മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ തെല്ലിടാറ് മിക്സ് ആക്കിയാൽ പിന്നെ ഞങ്ങൾ ಇದಕ್ಕೆ തെല്ല് ഒരു 2 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ടേസ്റ്റ് വേണം അത്ര അതിൽ പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടി പിന്നെ ഷുഗർ ഞങ്ങൾ ഒരു 2.5 to 3 ടേബിൾ സ്പൂൺ അത്ര ഇട്ട് കൊടുക്കുക അതിനെ കാട്ടി അറിവേനിട്ടില്ല എത്രമേ ആവുള്ളൂ 2.5 അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ അത് കറക്റ്റ് മാത്രമായിട്ടിരിക്കുക അപ്പോൾ ഷുഗർ ഇട്ടിട്ട് തെല്ല നേരം ഒന്ന് ചെന്ന് എല്ലാം മിക്സ് ആക്കി എടുത്തെങ്കിൽ ഞങ്ങൾ പണ്ടവിടെ റെഡി ആയിട്ട് കണ്ടറില്ല ഇത് പണ്ടവിടെ ആയിട്ട് ഈസി ആയിട്ടിരിക്കരുത് അപ്പോൾ ഇത് ഞങ്ങൾ പണ്ട് റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ വാലൊന്ന് സ്റ്റീം ആയിരണ്ടൊന്ന് നോക്കണം അപ്പോൾ വാലയും കൂടെ സ്റ്റീമായിട്ട് വന്നിട്ട് കണ്ടല്ലേ ഇത് വെന്തിട്ട് വരുമ്പോൾ ഇത് തോലെല്ലാം ഇങ്ങനെ പൊട്ടിയിട്ടിരിക്കരുത് കണ്ടല്ലേ ഇതുപോലെ അപ്പോൾ ഞങ്ങൾ വെന്തിട്ട് അടുത്തത് എടുത്തിട്ട് ഞങ്ങൾ ഇത് ചൂടോടുമേ നല്ല ഒന്ന് ഇത് പൊടിച്ചെടുക്കണം പിന്നെ ഞങ്ങൾ ഇതാ ബാലനങ്ങ ഇതിൽ ഞങ്ങൾ ആവിടുണ്ടെങ്കിൽ ഇങ്ങനെ ബാലൊന്ന് കട്ടാക്കിയിട്ട് അതിൽ നടുക്ക് ഇങ്ങനെ സീഡ്സ് പോലെ കറുത്തിട്ടിക്കറല്ലേ ഒരു നൂൽ പോലെ ഇക്കറല്ലേ അത് ഞങ്ങൾ എത്ര ഞങ്ങൾ എടുക്കുക നോക്കണം എടുക്കുക ആവിടുണ്ടെങ്കിൽ ഒന്ന് എടുക്കറോ നല്ല അതിൽ ബുഡ്രങ്കണ്ടെങ്കിൽ ഞങ്ങൾ ഇത് അങ്ങനെ ആക്കുമ്പോൾ ഞങ്ങൾ ഇത് ഇതാക്കറല്ലേ ചന്ത പൊടിച്ച് ഇതാക്കറല്ലേ അപ്പോൾ നിങ്ങൾക്ക് സ്നാക്സ് കാണുകയോ ചന്തയ്ക്കില്ല ഒരു സീഡ് അതിലേക്ക് അത് എടുക്കുക ആവടെങ്കിൽ എത്ര നിങ്ങൾ എടുക്കുന്നത് നല്ലേ അത് ചൂടോടെയുമേ ഞങ്ങൾ എടുത്തെങ്കിൽ ഇത് ചൂടോടെ ഇങ്ങനെ പൊടിച്ചെടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ എത്ര ഞങ്ങൾ അതൊരു നടുക്ക് ഒരു കറുത്ത് ദിക്കറല്ലേ നേന്ത്രബലയുടെ അത് എടുക്കുക അവിടെയും എടുത്തിങ്ങത്ത് നിർബന്ധമായിട്ട് എടുക്കണമെന്നില്ല അപ്പോൾ എല്ലാം ഞാൻ ഇതൊന്ന് തോലെടുത്തതാ ഇതുപോലെ എല്ലാം എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതാ ഇതുപോലെ സ്മാഷറിൽ നല്ല ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കണം നല്ല ചന്ത ഇത് പൊടിച്ചിട്ട് എടുക്കണം സ്മാഷ് ആക്കി എടുക്കണം ഇത് കല്ലിൽ അരച്ചിട്ടാക്കുക മിക്സിയിലെല്ലാം ഇട്ട് അരക്കില്ല നിങ്ങൾ തൗത്ത് മാമിയെല്ലാം ആക്കി വെക്കുമ്പോൾ ഇത് കല്ലിൽ ചെന്നെങ്കിൽ അമ്മിക്കല്ലുണ്ടല്ലേ നിങ്ങൾ രാത്ത് കല്ല് പോലെയല്ല അമ്മിക്കല്ലുണ്ടല്ലേ അതിൽ അരച്ചിട്ടാക്കി വന്ന് അപ്പോൾ ഇതാ ചന്ത പൊടിച്ചെടുത്തേ ഇനിയിപ്പോൾ ഞങ്ങൾ കയ്യിലൊന്നും കൂടി ചന്ത തെല്ലൊന്ന് ചൂട് പോയാൽ പിന്നെ കയ്യിലൊന്ന് ചന്ത കൈക്ക് വേണുണ്ടെങ്കിൽ തെല്ല് പത്തി പിടിക്കണമെങ്കിൽ തെല്ല് ഓയിലാക്കിയോളാം ചന്ത ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇത് കേരളത്തെ മലബാർ ഏരിയത്തിലെല്ലാം കോഴിക്കോട് ഭാഗത്തെല്ലാം എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു സ്നാക്ക് ഇക്കറ് ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള സ്നാക്ക് ആയിട്ട് പണ്ട് മുതലേ ഇതാക്കി ആക്കറ ഒരു സ്നാക്ക് ആയിട്ട് ഈ ഒരു നേന്ത്രപാലയുടെ സ്നാക്ക് അപ്പോൾ ഇത് ഞങ്ങൾ കോഴിക്കോട് ഭാഗത്ത് എന്ത് ഫംഗ്ഷൻ ഉണ്ട് ഇപ്പോൾ ഒരു സൽക്കാരം ഉണ്ടെങ്കിൽ അതേപോലെ നോമ്പ് തറ അങ്ങനത്തെ എല്ലാ ഫംഗ്ഷനുക്കും ഈ സ്നാക്ക് അതിലിക്കറ് അപ്പോൾ നല്ല പേരുള്ള ഒരു സ്നാക്ക് ആയിട്ടിരിക്കും അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ഒരു പിടി എടുത്തിട്ട് ഞങ്ങൾ ഒരു ബോൾ പോലെ ആക്കി അത് ഞങ്ങൾ ഇങ്ങനെ പരത്തിയിട്ട് അത് നടുക്ക് ഞങ്ങൾ ഇങ്ങനെ പണ്ടങ്ങ റെഡിയാക്കി വെച്ച് പണ്ടുണ്ടല്ലേ അത് വെച്ചിട്ട് ഇതുപോലെ കവറാക്കിയിട്ട് ഇങ്ങനെ പണ്ട പറുത്ത് ഇങ്ങനെ കാണുതീരാ ചന്ത അതിലൊന്ന് ഉരുട്ടിയെടുക്കണം അവിടേക്ക് ഒന്ന് കൈക്ക് ബേനുണ്ടെങ്കിൽ തെല്ല ഓയിൽ ബേനുണ്ടെങ്കിൽ പത്തി പിടിക്കണമെങ്കിൽ തെല്ല ഓയിലാക്കിയോളാം ഇതുപോലെ നിങ്ങൾ എത്ര വലിയ സൈസിൽ വേണോ അതുപോലെ നിങ്ങൾ ആക്കി ഇങ്ങനത്തെ ചെറിയ സൈസിൽ വേണമെങ്കിൽ ചെറുതാക്കി ആക്കുക ഇതുപോലെ ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ ചൂടോടെയും ആക്കൊണ്ടില്ല പൊടിയൊക്കെ എടുത്ത് മാത്രം ഞങ്ങൾ ചൂടോടെയും പൊടിച്ചെടുത്തിങ്ങിട്ട് ബാക്കി ഞങ്ങൾക്ക് തെല്ല ചൂട് തണ്ണിയെങ്കിൽ വലിയ വിഷയമല്ല അപ്പോൾ ഇതാ ഇതുപോലെ ആക്കി എടുത്തത് ഇതിപ്പോൾ തെല്ല ഒരു തെല്ല് വലിയ സൈസായിട്ട് ഇതിനെക്കാട്ടി ഒന്നും കൂടി തെല്ല് ചെറുതാക്കറിയെങ്കിൽ നല്ല ഇത് ജെണ്ണമതാക്കിയല്ലേ ഇത് കറക്റ്റ് സൈസായിട്ടിരിക്കും ഈ ഒരു സൈസിൽ മയാവും പിന്നെ ചുമ വലിയ സൈസിൽ വേണ്ട അപ്പോൾ ഇതാ എല്ലാം ഒന്ന് ഇതുപോലെ ഞാൻ ആക്കി എടുക്കറേ
പിന്നെ ഇതിനങ്ങ് ഇത് ആക്കിയിട്ട് സ്റ്റോറാക്കി വെக்கிறെങ്കി അങ്ങനും ഉപയോഗിക്കാം. ഫ്രീസറിലങ്ങ് ഇപ്പോൾ സിപ്‌ലോക്ക് കവറിലിട്ടിട്ട് എത്ര നാൾ ഉപയോഗിക്കുന്നത് ഇത് ബടക്കാവില്ല. നിങ്ങൾ ಬೇಯಪ್ಪ എടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ ಬೇಯ್க்கிறെങ്കി നോമ്പിലെല്ലാം അങ്ങനെ ಬೇಯ್ക്കുക. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ആക്കി എടുത്തರೆ ഒന്ന് ചെറിയൊരു കുഞ്ഞും ആക്കി എടുത്തರೆ. അപ്പോൾ ഇത്ര സ്നാക്കായിട്ട് കിട്ടിയത്. അപ്പോൾ ഇത് ഞാനാക്കിയത് ഇതെല്ലാം വലിയ ചെറിയ കണ്ടല്ലോ ഇത്ര വലിയ സൈസിൽ വേണമെന്നില്ല. ഒന്നും കൂടി തില്ല് ചെറിയ സൈസിലാക്കുന്നത് നല്ലത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് ഫ്രൈ ആക്കി എടുത്തെങ്കിൽ ഇപ്പോൾ എണ്ണ ചൂടാകെ വെച്ചിട്ട് എണ്ണയെല്ലാം ഇത് ഫ്രൈ ആക്കുമ്പോൾ തീ ചുമ്മ ജോറാക്കി നല്ല ಎಣ್ಣೆ ಚೊಮ್ಮೆ ಚೂಡಿಕ್ಕೋದಿರ ಓವರ್ ಚೂಡಿಕ್ಕೋದಿರ ಮೀಡಿಯಮ್ ಚೂಡ್ಲು വെച്ചിട്ട് ഞങ്ങൾ ಬೇಗ ಮಾಡುವ ತಿರ್ಚಿ ಮರ್ಚಿಟ್ಟಿട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുത്തെങ്കೈತೆ ഇത് എല്ലാ സൈഡും പിന്നെ ഇതിനങ്ങനെ നേന്ത്രബല ഇത് എണ്ണ കുടിക്കില്ല അങ്ങനെ എന്തില്ല എണ്ണ എന്ത് കുടിക്കില്ല നല്ല ഇതായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിട്ട് പിന്നെ ഞാൻ ചെന്ന പോലെ ഇത് മലബാർ ഏരിയത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്ക് പണ്ട് മുതൽ ഇതാക്കിക്കൊണ്ട് ആക്കിയ ഒരു സ്നാക്ക് ആയിട്ട് ഈ ഒരു ഉന്നക്കായ ഞങ്ങൾ ഇത് കോഴിക്കോട് ഭാഗത്തെല്ലാം ಇದಕ್ಕೆ ഉന്നക്കായെന്ന് ചൊല്ലുறேன் പിന്നെ അതുപോലെ ഞങ്ങൾ കണ്ണൂർ ഭാഗത്തെല്ലാം ಇದಕ್ಕೆ കായട അങ്ങനെല്ലാം ചൊല്ലും ഓരോ പക്കത്തിൽ ഓരോ പേരായിട്ട് അവർ കോഴിക്കോട് ഭാഗത്തെല്ലാം ഞങ്ങൾ ഇത് ഉന്നക്കായിன்னு ചൊല്ലുறேன் നല്ല ടേസ്റ്റ് ആയിട്ട് ഹസ്ബൻഡിന് നല്ല ഇഷ്ടമുള്ളൊരു സ്നാക്ക് അവത്ത് മാമിക്കും അങ്ങനെ മാമി നോമ്പിൽ എപ്പോഴും ആക്കിയത് ഇതും പിന്നെ അതേപോലെ പയം നിറച്ചതല്ല പയം നിറച്ചದ್ರ വീഡിയോ ಎಲ್ಲ ನಾನು ಮುಂದೆ ಇಟ್ಟರೆ ನಾನು ಅದು ಇದು ಎಲ್ಲ ನೋಂಬಲೆ ಮಾಮಿ ಎಪ್ಪುಲು ಹಾಕ್ರೆ ನಾನು അങ്ങനെ ಹಾಕಿಲ್ಲ ನಾನು ಕೊರೋಡಿ ಹಾಕ್ರೆ ഇപ്പോൾ സമയം എത്തി ഇത് ആക്കിയിട്ട് പിന്നെ ഇത് തടിക്കൊക്കെ ബെസ്റ്റ് ആയിട്ട് തടി പറവിച്ച് നിങ്ങൾ നേന്ത്രപാല ആയിക്കൊണ്ടിട്ടോ തേങ്ങ അതെല്ലാം നിങ്ങൾ ഇത് എണ്ണയിലെല്ലാം ഫ്രൈ ആക്കി എടുക്കറല്ലേ മെലിഞ്ഞങ്ങ് തടി പറകും നേന്ത്രപാല ബെസ്റ്റ് ആയിട്ടിരിക്കുന്നത് ഇത് മാത്രമല്ല നേന്ത്രപാലയുടെ എന്തും ഞങ്ങൾക്ക് തടി പറകും നല്ലേ അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തರೆ കണ്ടല്ലേ ഇത്ര സ്നാക്ക് ആയിട്ട് കിട്ടിയത് ഈ ഒരു കളറിൽ ഞങ്ങൾ ആക്കി എടുത്തെങ്കിൽ ഇതുപോലെ ചുമ്മക്കറി പട്ടണ്ട ഇതുപോലെ ആക്കി എടുത്തെങ്കിൽ ನಾನು ಕಟ್ಟಾಕಿ ಕಾಟ್ರೆ കണ്ടാറല്ലേ എത്ര ഈസി ആയിട്ട് ഞങ്ങൾ ആക്കി എടുത്തിട്ടുണ്ട് ഈസി റെസിപ്പി ആയിട്ടേക്കറ നിങ്ങൾ ട്രൈ ആക്കി നോക്കൂ ഇದ್ರ വീഡിയോ ನಾನು കുറേ മുന്നേ ನಾನು വീഡിയോ അപ്ലോഡ് ആക്കിയിരുന്നത് ചാനൽ സ്റ്റാർട്ടിങ്ങിൽ ನಾನು തുടങ്ങിയ പാടെ ഒരു വീഡിയോ ഇട്ടാണ് പിന്നെ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇതുപോലെ ഇക്കറದ್ರ ഉൾഗത്തിൽ അവർ തേങ്ങയുടെ പണ്ടെല്ലാമായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്ക് നിങ്ങൾ ട്രൈ ആക്കി നോക്കൂ നിങ്ങൾ ഇതുവരെ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ആക്കി നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇനിയിപ്പോൾ നിങ്ങൾ ഇത് സർബത്ത് എങ്ങനെ ആക്കറേ ഞങ്ങൾ നോക്കാം അപ്പോൾ ഇതാ ഒരു ബൗൾ എടുത്തിട്ട് ಅದಕ್ಕೆ ನಂಗೆ ഒരു ಆಪಲ್ ತೋಲ್ എടുത്തിട്ട് ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ആക്കി എടുക്കണം അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ കുടിക്കുക എത്ര വേണോ ಅದಕ್ಕೆ ಬೇನೆ എത്ര ഇട്ടിങ്ങനെ ഞാനിപ്പോൾ ഒന്ന് എടുത്തിട്ട് അതിൽ പിന്നെ ഞങ്ങൾ കസ്കസിൽ തന്നെല്ലാം ചിട്ടത് അതൊരു 4-5 ടേബിൾ സ്പൂണു അതും ഇട്ട് കൊടുക്കണം ಬೇನೆ എത്ര ഇട്ട് കൊടുക്കണം പിന്നെ ഞങ്ങൾ ഇത് മധുരത്തിക്ക് ಇದಕ್ಕೆ ഞങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് ഇട്ടിട്ട് അപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കರೆ അത് നിങ്ങൾ ಸ್ವೀಟ್ എത്ര വേണോ ಅದಕ್ಕೆ ಬೇನೆ എത്ര ഇട്ട് കൊടുക്കണം പിന്നെ ഇതിൽ പാൽ ಬಿತ್ತಿട്ട് ಫಸ್ಟ್ നല്ല മിക്സ് ആക്കി എടുത്തോളൂ ഇതുപോലെ ചെന്ന മിക്സ് ആക്കി എടുക്കറോ ഫസ്റ്റ് ഞങ്ങൾ ಇದಕ್ಕೆ പാൽ അതേപോലെ തണ്ണി ಖಾಲಿ ಪಾಲೇ ಅಲ್ಲ ತಣ್ಣಿ ಬೇಂತೆಲ್ಲ ಐಸ್ ತಣ್ಣಿ അതേപോലെ ഐസ് ക്യൂബ് അതെല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ തണ്ണി ആറും പാൽക്കുറുടി അങ്ങനെയും വേണ്ട പാലും വേണം പിന്നെ തണ്ണിയും വേണം ചുമ്മ തണ്ണി ബീത്തിട്ട് പാൽക്കുറുടി അങ്ങനെയല്ല അതെല്ലാം നോക്കിയിട്ട് വെണ്ണയെ പോലെ ബീത്തിട്ട് നല്ല മിക്സ് ആക്കി എടുത്തെങ്കിൽ ഞങ്ങൾ നഫ്രത്തിക്ക് സർബത്ത് ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും പേര് പോലെ ഇതിൻ്റെ പേരും അങ്ങനെമേ നല്ല പേര് കേക്കും നല്ലൊരു പേര് പിന്നെ അതുപോലെ കുടിക്കുക അതേപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കുടിക്കായിട്ട് നിങ്ങൾ ട്രൈ ആക്കി നോക്കൂ ഞങ്ങൾ ഇത് നോമ്പിൽ മാത്രമല്ല നോമ്പല്ലാത്തപ്പല്ല ചൂട് കാലത്തിലെല്ലാം നല്ല ടേസ്റ്റോട് ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയില്ല എത്ര ഈസി ആയിട്ടുള്ള കുടിക്കും ഞങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ടും ഈസി റെസിപ്പി ആയിട്ട് നിങ്ങൾ ട്രൈ ആക്കി നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ കമൻറ്റ് ആക്കൂ അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ്ಗೆ ಎಲ್ಲರಿಗೂ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കോ മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൻ്റെ മുട്ടമേലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും